السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين اتقوا إذا مسهم طائف من الشيطان تذكروا فإذا هم مبصرون. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ പുണ്യമാസം, അതിൻ്റെ ഓരോ സന്ദർഭങ്ങളും ധാരാളമായി നന്മകളും ആരാധനകളും നിർവഹിച്ചുകൊണ്ട് നേരത്തെ ഉള്ളതിനേക്കാളേറെ എല്ലാം കൊണ്ടും നല്ല വ്യക്തികളാവാൻ നമ്മൾ പ്രവർത്തിക്കുക, അതിനു വേണ്ടി സമയം നീക്കി വെക്കുക. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരായ നമുക്ക് അള്ളാഹു രണ്ട് പ്രകൃതമാണ് നൽകിയിരിക്കുന്നത്. ഏറ്റവും നല്ലതും മികച്ചതും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള മനോഭാവം, മറുഭാഗത്ത് ഏറ്റവും ചീത്തയും മോശമായതും സ്വീകരിക്കുവാനുള്ള മനോഭാവം. ഇത് മനുഷ്യൻ്റെ മാത്രം പ്രത്യേകതയാണ്. അള്ളാഹു പറയുന്നത് ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. മനുഷ്യനെ പടച്ച് സംവിധാനിച്ചതിന് ശേഷം അള്ളാഹു ഈ പറഞ്ഞ രണ്ട് മനോഭാവങ്ങളും നമ്മിൽ നിക്ഷേപിച്ചു എന്നാണ് ആ ആയത്ത് പഠിപ്പിക്കുന്നത്. അതേസമയം മലക്കുകളാവട്ടെ, അവർക്ക് ഇങ്ങനെയുള്ള ഒരു മനോഭാവമില്ല. അള്ളാഹു എന്താണോ പറയുന്നത് അത് അനുസരിക്കുക, പ്രവർത്തിക്കുക മാത്രമാണ് അവരുടെ പ്രകൃതമായിട്ട് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ഈ രണ്ട് മനോഭാവങ്ങൾക്കിടയിൽ എങ്ങനെ നിൽക്കണം എന്നതാണ് ഒരു മുസ്ലിമിനെ യഥാർത്ഥ മുസ്ലിമാക്കുന്നത്. സമൂഹത്തിൽ ധാരാളം ആളുകൾ മോശമായതിന് പിന്നാലെ ചീത്തയും നാശവും അഴിമതിയും അനീതിയുമായിട്ട് നീങ്ങുന്ന പല സന്ദർഭങ്ങളുമുണ്ട്. അതെല്ലാം മനുഷ്യനിലെ ഈ പൈശാചികതയുടെ പ്രവർത്തന ഫലമാണ്. ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ എന്ന് ഖുർആൻ പറഞ്ഞത് അതാണ്. മനുഷ്യൻ്റെ മനസ്സ് തിന്മകളെ എപ്പോഴും പ്രചോദിപ്പിക്കുകയും അതിനു വേണ്ടി അവനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ ഒരു അബദ്ധത്തിൽ വീഴാതെ നന്മയുടെ ഭാഗത്ത് മനുഷ്യനെ നിലനിർത്തുക എന്നതാണ് ഇസ്ലാം എപ്പോഴും ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ട്. ഈമാനുണ്ട്, അതിൽപ്പെട്ട വിശ്വാസപരമായ കാര്യങ്ങളുണ്ട്. ഇസ്ലാമുണ്ട്, അതിൽപ്പെട്ട വിവിധ ആരാധനകളുണ്ട്. ഇവയെല്ലാം മനുഷ്യനെ നമ്മൾ ആദ്യം പറഞ്ഞ മോശമായ മനോഭാവത്തിൽ നിന്ന് ഏറ്റവും നല്ല നിലവാരത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നതാണ് ചെയ്യുന്നത്. ഈ രംഗത്ത് മുഖ്യ പങ്ക് വഹിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാധനകളാണ്, ഇബാദത്തുകളാണ്. നമസ്കാരവും സക്കാത്തും ഹജ്ജുമെല്ലാം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് മനുഷ്യനെ
ചീത്തയിൽ നിന്ന് നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അവയിലൊക്കെ പ്രധാനപ്പെട്ടതാണ് നാം നിലകൊള്ളുന്ന റമദാൻ മാസം, നോമ്പിൻ്റെ മാസം. മറ്റു ആരാധനകൾക്ക് എത്രത്തോളം മനുഷ്യനെ സംസ്കരിക്കാൻ സാധിക്കുമോ സമാനമായ അല്ലെങ്കിൽ അതിനേക്കാളും മുകളിലുള്ള ഒരു തലത്തിലാണ് റമദാൻ മാസം 30 ദിവസവും നമ്മിൽ ഓരോരുത്തരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കേണ്ടത്. ഈ പറഞ്ഞ ലക്ഷ്യം, നന്മയിലേക്ക് മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യം പൂർത്തിയാവാൻ വേണ്ടി നമ്മളെപ്പോഴും റമദാനിനെ പറ്റി പറയുമ്പോൾ കേൾക്കാറുള്ള, നമ്മൾക്കൊക്കെ മനഃപ്പാടമുള്ള ഒരായത്ത് അതാണ് വ്യക്തമാക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. പൂർവികരായ ആളുകൾക്ക് നോമ്പ് നിശ്ചയിക്കപ്പെട്ടതുപോലെ നമുക്കും അല്ലാഹു നോമ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു ലക്ഷ്യം, ഒരേ ഒരു ലക്ഷ്യം പൂർത്തിയാവാനാണ്. അത് തഖ്വ മാത്രമാണ്. അതാണ് ജീവിതത്തെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ചാലകശക്തി. നമുക്ക് ആത്മീയമായ ഉണർവ് വേണ്ടതുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിൻ്റെ ജൈവപരമായ കാര്യങ്ങൾ നടക്കുന്നു എന്നതുപോലെ ആത്മാവിൻ്റെ ഉണർവും ഉന്മേഷവും നിലനിർത്താനാണ് തഖ്വ, ഭയഭക്തി എന്ന ഭക്ഷണത്തെ അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആത്മാവ് മരിച്ചു പോയാൽ പിന്നെ നമ്മളൊക്കെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. മരിച്ചുപോയ മനസ്സും മരിച്ചിരിക്കുന്ന ചിന്തകളും വരണ്ടുപോയ പ്രവർത്തനങ്ങളുമായിട്ട് ജീവിതം ദുസ്സഹമായിത്തീരും ഭയഭക്തി ഇല്ലെങ്കിൽ എന്നാണ് അള്ളാഹു അറിയിക്കുന്നത്. ഫത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന് വേറെയും പറയുന്നുണ്ട്. യഥാർത്ഥ വിജയം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭക്തിയോടുകൂടെ ജീവിക്കുക. അപ്പോൾ ഭക്തിയോടുകൂടെ തഖ്വയോടുകൂടെ കഴിയുക, തഖ്വ സ്വീകരിക്കുക എന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു സംഗതിയല്ല. നമ്മുടെയൊക്കെ കയ്യെത്തും ദൂരത്ത്, മനസ്സിനകത്ത്, നാവിൽ, കണ്ണിൽ, കാതിൽ ഇങ്ങനെ നമ്മോടൊപ്പം കൊണ്ടു നടക്കേണ്ട ഒരു വികാരമായിട്ടാണ് ഈ ഭയഭക്തിയെ അള്ളാഹു പറയുന്നത്. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ, നമ്മെ അപകടപ്പെടുത്തുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവയൊക്കെ മാറ്റിവെക്കുക. ജീവിതം അപകടപ്പെടുത്തുന്ന പല കാര്യങ്ങളും നമുക്കറിയാം. ആരോഗ്യപരമായിട്ട്, സാമ്പത്തികമായിട്ട്, സാമൂഹികമായിട്ട് അവയിലൊക്കെ നമ്മൾ ആവശ്യമായ മുൻകരുതലുകളും ജാഗ്രതയും സ്വീകരിക്കാറുണ്ട്. എന്നാൽ നമ്മളുടെ ആത്മാവിനെയും മനസ്സിനെയും അപകടപ്പെടുത്തുന്ന, മലീമസമാക്കുന്ന, ചീത്തയാക്കുന്ന രംഗങ്ങളെ നമുക്കത്ര പെട്ടെന്ന് പ്രവചിക്കാനും കണ്ടെത്താനും സാധിക്കുകയില്ല. അത് ഉണ്ടാക്കിത്തരുന്ന ബോധമാണ് യഥാർത്ഥത്തിൽ തഖ്വ. ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാൻ. പൈശാചികമായ ഒരു ദുർബോധനം, ചീത്ത, മോശമായത്, വേണ്ടാത്തത് ചെയ്യണം, വേണം എന്നൊക്കെ മനസ്സാഗ്രഹിക്കുമ്പോൾ തദക്കറു, പെട്ടെന്ന് അവർക്ക് ഒരു ബോധോദയം വരും. ഇത് ചെയ്യാൻ പാടില്ല, അള്ളാഹു ഉണ്ട് കൂടെ, അവനെ കാണുന്നുണ്ട് എന്ന ഒരു ബോധോദയം അവരിൽ ഉണ്ടാകുകയും ഫഇദാഹും മുബ്സിറൂൻ, അതോടുകൂടെ അവർ തെറ്റുകളിൽ വീഴാതെ നന്മയിലേക്ക് തിരിച്ചു വരാനുള്ള ഉൾക്കാഴ്ച ലഭിക്കുകയും ചെയ്യുന്നു എന്നാണ് യഥാർത്ഥ ഭക്തിയുള്ള ആളുകളെ പറ്റി ഖുർആൻ പറയുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റമദാനിൻ്റെ അല്ലെങ്കിൽ നോമ്പിൻ്റെ എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ റമദാനിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും നമുക്ക് സ്വീകരിക്കാനും സൂക്ഷിക്കാനും സാധിക്കേണ്ട ഈ ഭക്തി പരമാവധി വർദ്ധിപ്പിക്കുക, ഉള്ളത് ശക്തിപ്പെടുത്തുക എന്നത് ഒരു ലക്ഷ്യമായിട്ട് നാം കാണുകയും വേണം. അതുകൊണ്ടാണ് റമദാനിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെ 10 മടങ്ങ് പ്രതിഫലം വാഗ്ദാനം ചെയ്തുകൊണ്ട്
എങ്ങനെയായാലും എങ്ങനെ പ്രവർത്തിച്ചാലും ഒരാൾക്ക് ഈ റമദാനിലൂടെ സ്വർഗം നേടാൻ സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പ് കൊടുത്തത്. നോമ്പ് തുറക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന അത് സ്വീകരിക്കപ്പെടുന്നതാണ്. നോമ്പ് എടുക്കുമ്പോഴുള്ള സഹർ, അത്താഴത്തിൻ്റെ സമയത്തുള്ള പ്രാർത്ഥന അത് അപ്പോൾ സ്വീകരിക്കും. നോമ്പുകാരൻ്റെ മുഴുവൻ പ്രാർത്ഥനയും അപ്പോൾ സ്വീകരിക്കും. ഇങ്ങനെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് തൻ്റെയും റബ്ബിൻ്റെയും ഇടയിൽ ഒരു മറയുമില്ലാതെ നേർക്കുനേരെ അള്ളാഹുവിനോട് നോക്കി സംസാരിക്കുന്ന പ്രതീതിയിൽ അവൻ്റെ അടുത്തു നിൽക്കാനാണ് ഈ നോമ്പ്, ഓരോ നോമ്പും നമുക്ക് അവസരമൊരുക്കുന്നത്. മറ്റു ആരാധനകൾ ചെറിയ സമയം കൊണ്ട് കഴിഞ്ഞു പോകും. ഒരു ളുഹർ നമസ്കരിക്കാൻ, ഒരു ഇഷ നമസ്കരിക്കാൻ 8-10 മിനിറ്റ് മാത്രം മതി നമുക്ക്. ഒരു ദിവസമുള്ള 5 വക്ത് നേരം കൂട്ടിവെച്ചാലും ഒരു 40-45 മിനിറ്റ് കൊണ്ട് അത് നിർവഹിക്കാൻ പറ്റും. അതായത് നമസ്കാരത്തിനകത്തുള്ള ഭക്തി ഈ പറഞ്ഞ ഏതാനും മിനിറ്റുകളിൽ പരിമിതമാണ്. അതേസമയം നോമ്പിലേക്ക് നാം തിരിച്ചു വരിക, അവിടെ 40-45 മിനിറ്റല്ല, മണിക്കൂറുകളാണ്. നമ്മളുടെ പശ്ചാത്തലത്തിൽ 13 മണിക്കൂറാണ് ഒരു നോമ്പിൻ്റെ ദൈർഘ്യം. 14-16-18 മണിക്കൂറുള്ള നോമ്പും ലോകത്തുണ്ട്. അപ്പോൾ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന നോമ്പ്, ആ നോമ്പുകാരൻ അതുകൊണ്ട് തന്നെ സമാനതയില്ലാത്ത ഭക്തി ഉണ്ടാക്കാവുന്ന ആരാധനയാണ് ഓരോ ദിവസവും ഈ മണിക്കൂറുകളിലൂടെ നിർവഹിക്കുന്നത് എന്നർത്ഥം. നമസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് വരെയുള്ള ഈ നമസ്കാരത്തിനിടയിൽ മനസ്സിൽ വേറൊരു ചിന്തയും പാടില്ല, ചീത്തയായ ഒന്നും കാണാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ മനസ്സിനെ കെട്ടിയിടേണ്ട, ബന്ധിപ്പിച്ച് നിർത്തേണ്ട സമയമാണ് ഈ 13 മണിക്കൂർ. നമുക്ക് നോക്കാനും ചിരിക്കാനും കളിക്കാനും നടക്കാനും ഒക്കെ പറ്റുമെങ്കിലും മനസ്സിലേക്ക് ഈ പറഞ്ഞ ഒന്നും കയറ്റി വെക്കാൻ പാടില്ല. അവിടെയാണ് നോമ്പ് എല്ലാ അർത്ഥത്തിലും നമ്മളെ നന്മയിലേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ജുന്നത്ത് എന്ന പദപ്രയോഗത്തിലൂടെയാണ്. അസ്സൗമു ജുന്ന, നോമ്പ് ഒരു പരിചയാണ്. ഇങ്ങോട്ടുള്ള അതിക്രമങ്ങളെ, ഇടിയും അടിയും ഉണ്ടാകുമ്പോൾ അതിനെ ചെറുക്കുവാനുള്ള ഒരു പരിച. സമാനമായിട്ട് തിന്മകളും മോശമായതും എവിടെയെല്ലാം ഉണ്ടോ അവിടേക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും നമ്മിലേക്ക് ആവാതെ നമ്മെ സ്വയം പ്രതിരോധിക്കുവാനുള്ള ഒരു പരിച. അങ്ങനെ സ്വയം പ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കലാണ് ജീവിതത്തിൽ ആവശ്യം. ഒരു അസുഖം നാട്ടിൽ വ്യാപിക്കുമ്പോൾ നമ്മൾ മുൻകരുതൽ എന്ന നിലക്ക് പ്രതിരോധ വാക്സിനുകൾ എടുക്കാറുണ്ട്. അത് ശരീരത്തിന് മുൻകൂട്ടി നാം കൊടുക്കുന്ന ഒരു തയ്യാറെടുപ്പാണ്, പ്രതിരോധ ശേഷിയാണ്. അതുപോലെയുള്ള പ്രതിരോധ ശേഷി ഈ പറഞ്ഞ ഓരോ നോമ്പിലൂടെയും നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ നോമ്പിലൂടെ ധാരാളമായിട്ട് ഗുണങ്ങൾ നമുക്ക് എണ്ണി എണ്ണി പറയാൻ പറ്റും. അവയെല്ലാം അള്ളാഹു പറഞ്ഞിരിക്കുന്ന ലഅല്ലക്കും തത്തഖൂൻ എന്ന ഈ കേന്ദ്ര ബിന്ദുവിൽ നമ്മൾ നിക്ഷേപിക്കുകയും വേണം. അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള സമയം, അത്തഖർറുബു ഇലല്ലാഹ്, അത് നോമ്പ് കാലത്ത് നന്നായി നടക്കും, എളുപ്പത്തിൽ നടക്കും. അതുപോലെ തന്നെ സ്വന്തത്തെ പറ്റിയുള്ള ആത്മവിശ്വാസം, ഞാൻ എന്ത് ചെയ്താലും പാഴായി പോവുകയില്ല, അള്ളാഹു എന്നെ ഈ മാസം കൈവെടിയുകയില്ല എന്ന ആത്മവിശ്വാസം. അപ്രകാരം തന്നെ അൽ ഇക്സാറു മിനസ്വാലിഹാത്ത്, ആരാധനകളും സൽപ്രവർത്തനങ്ങളും ധാരാളമായി ചെയ്യുവാനുള്ള താല്പര്യം, ഇവയെല്ലാം നോമ്പിൻ്റെ മാത്രം സവിശേഷതകളാണ്. കഴിഞ്ഞുപോയ കാലത്ത് നമുക്ക് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, എല്ലാവർക്കും സംഭവിച്ചിരിക്കാം.
അതിനെപ്പറ്റി നമ്മൾ കുറ്റബോധമുണ്ടായിരിക്കണം. അതേസമയം അതിൻ്റെ പേരിൽ നിരാശ വേണ്ടതില്ല. ഞാനിനി അള്ളാഹുവിലേക്കില്ല എന്ന് നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കാൻ 2 കൈകളും നീട്ടി കാത്തിരിക്കുകയാണ്. നല്ല മനസ്സോടുകൂടെ വൃത്തിയുള്ള മനസ്സുമായിട്ട് അമലുകളുമായിട്ട് പ്രതീക്ഷാപൂർവം അള്ളാഹുവിനെ സമീപിക്കുന്ന ഏതൊരാളെയും അള്ളാഹു സ്വീകരിക്കും. എപ്പോഴും മുന്നോട്ട് പോകുവാനുള്ള അമലുകളുമായി, ഈമാനുമായി, നല്ല നിയ്യത്തുമായി മുന്നോട്ട് പോകുവാനുള്ള ഒരു പ്രചോദനമായിട്ട് റമദാനിൻ്റെ ഈ തഖ്വയെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. പുഴ ഒരിക്കലും പിന്നോട്ടൊഴുകാറില്ല. എങ്ങനെയാണെങ്കിലും എത്ര വെള്ളം കുറഞ്ഞാലും വരണ്ടു പോയാലും പുഴയുടെ ഗതി മുന്നോട്ട് തന്നെയാണ്. അത് ജീവിതത്തിൻ്റെയും ഒരു അനുഭവ പാഠമാണ്. നമുക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം നഷ്ടങ്ങളുണ്ടെങ്കിലും ഈ തഖ്വ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ മുന്നോട്ട് നീങ്ങുവാനുള്ള ഒരു ഇന്ധനമായിട്ട് അത് ബാക്കി നിൽക്കുകയും ചെയ്യും. ഒരിക്കലും പിന്നോട്ടേക്ക് നോക്കി സങ്കടപ്പെടാതെ നിരാശപ്പെടാതെ മുന്നോട്ട് പോകുവാനുള്ള ഇന്ധനമായ ഈ തഖ്വ നാം സജ്ജമാക്കി നിറച്ചു വെക്കുക. അതിനുവേണ്ടി അള്ളാഹു നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഈ ഔദാര്യമായ ഈ പുണ്യമാസത്തെ വേണ്ട പോലെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മളുടെ അശ്രദ്ധ കൊണ്ട്, നിസ്സാരമായ ഭാവം കൊണ്ട്, പ്രവർത്തന വൈകല്യം കൊണ്ട് ഒരു നിമിഷം പോലും പാഴാവാനും പ്രവർത്തനങ്ങൾ മോശമാവാനും പാടില്ല എന്നത് ജാഗ്രതാപൂർവം നമ്മളെപ്പോഴും ഓർക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആരാധനകളിലും പ്രത്യേകിച്ച് ഈ റമദാൻ കാലത്ത് അള്ളാഹുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി നമ്മെയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ നുസല്ലി വനുസല്ലിമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. നോമ്പിന്, റമദാൻ മാസത്തിന് നമ്മൾ ഈ പറഞ്ഞ പ്രത്യേകതകൾ എങ്ങനെയാണ് എളുപ്പത്തിൽ നേടിയെടുക്കേണ്ടത് എന്നതിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഉപദേശവും കൂടി നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ലിസ്വാഇമി ഫർഹത്താനി, ഒരു നോമ്പുകാരന് 2 തരത്തിലുള്ള ആനന്ദം അനുഭവിക്കാൻ കഴിയും എന്ന് തുടങ്ങുന്ന ഹദീസാണ്. ആ ഹദീസിൻ്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ എങ്ങനെയാണ് നോമ്പുകാരനെ നോമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ അർത്ഥത്തിലും നല്ലവനാക്കുന്നത് എന്നതാണ് നബി ഊന്നി പറയുന്നത്. ഒരു ആനന്ദം ഓരോ ദിവസവും നോമ്പ് തുറക്കുമ്പോൾ, ഫർഹത്തുൻ ഇൻദൽ ഫിത്രി, ഓരോ ദിവസവും നോമ്പ് തുറക്കുമ്പോഴുള്ള ആനന്ദം നമുക്കറിയുന്ന കാര്യമാണ്. 13 മണിക്കൂർ 14 മണിക്കൂർ പട്ടിണി കിടന്ന ശേഷം ഭക്ഷണം മുമ്പിൽ കാണുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ശരീരം ആനന്ദിക്കുക എന്നത് നമുക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാൽ അതിനേക്കാളും വലിയ ഒരു ആനന്ദം ഓരോ നോമ്പിലൂടെയും നമ്മൾ ഉറപ്പ് വരുത്തണം എന്നതാണ് റസൂലുള്ളാഹ് അടുത്തതായിട്ട് പറയുന്നത്. ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, റബ്ബിനെ കാണുമ്പോൾ, അത് ഇവിടുന്ന് സംഭവിക്കുന്നതല്ല, മരണാനന്തരം റബ്ബിനെ കാണുമ്പോൾ കൂടി ഒരാനന്ദം ഉണ്ടാവേണ്ടതുണ്ട്. പരലോകത്തേക്ക് എത്തുന്നത് വരെയും ഈ ആനന്ദം വേണമെന്നർത്ഥം. ജീവിതമഖിലവും റമദാൻ പോലെ സൂക്ഷ്മതയിലും ഭക്തിയിലും പുണ്യത്തിലും കഴിച്ചു കൂട്ടുന്ന ഒരാൾക്ക് മാത്രമാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴും ഈ പറഞ്ഞ സമാനതയില്ലാത്ത ആനന്ദവും സന്തോഷവും അനുഭവിക്കാൻ സാധിക്കുക എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നോമ്പിന് ഭക്തി വർദ്ധിപ്പിക്കുക എന്നതിനോടൊപ്പം അതിലേക്ക് നയിക്കുന്ന, വഴിയൊരുക്കുന്ന
ആത്മാവിനെ സംസ്കരിക്കുക എന്നതിന് കൂടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്. നമ്മളുടെ ഖുർആൻ പാരായണം, ദാനധർമ്മങ്ങൾ, മറ്റു പുണ്യങ്ങൾ എല്ലാം ഈ ഒരു നിയ്യത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നേരത്തെ ഇല്ലാത്ത ശഅബാൻ 30 പൂർത്തിയായപ്പോൾ ഭക്തിയുടെ നിലവാരത്തിൽ നമ്മൾ എവിടെയായിരുന്നുവോ അതിനേക്കാളും ഒരു ഇഞ്ചെങ്കിലും മുകളിലേക്ക് ഉയരാൻ ഈ കാണുന്ന പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് സാധിക്കണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. തിരിച്ചു കിട്ടുന്നത് വല്ലപ്പോഴും ആയിരിക്കും. നമ്മൾ വിചാരിക്കുന്നത് പോലെയും ധൃതി കൂട്ടുന്നത് പോലെയും അള്ളാഹുവിൻ്റെ റഹ്മത്ത് വരണമെന്നില്ല. അതിന് അവൻ ചില തീരുമാനങ്ങളും സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ദൗത്യം, നമ്മുടെ ബാധ്യത പ്രവർത്തിക്കലാണ്. പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ ഇങ്ങോട്ട് കിട്ടേണ്ടത് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഒരു കർഷകൻ അയാളുടെ 12 മാസവും കൃഷി നോക്കി വെള്ളമൊഴിച്ച് വളം കൊടുത്ത് പരിചരിച്ച് അധ്വാനിക്കുന്നുണ്ട്. അതേസമയം വിളവെപ്പള കിട്ടുന്നത് കൊല്ലത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 തവണ. ഇങ്ങനെ കൊല്ലത്തിൽ 1-2 തവണ കിട്ടുന്ന വിളവിന് വേണ്ടി 365 ദിവസവും അവർ അധ്വാനിക്കുകയാണ്. അതുതന്നെയാണ് അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടയിലുള്ള ബന്ധം. പക്ഷെ ഒന്നുണ്ട്, നമ്മൾ അധ്വാനിച്ചാൽ അത് പാഴായി പോവുകയില്ല. കൃഷിക്ക് പല നഷ്ടവും സംഭവിക്കാം. വിശ്വാസത്തോടു കൂടെ നമ്മൾ അധ്വാനിച്ചാൽ അതൊരിക്കലും പാഴാവുകയില്ല. പരലോകത്ത് ഉറപ്പായിട്ട് കിട്ടും. ഈ ലോകത്തും അതിൻ്റെ നല്ല ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് അവസരങ്ങൾ പാഴാക്കാതിരിക്കുക. നല്ല മനസ്സും നല്ല ധൈര്യമുള്ള ഈമാനും ഉറപ്പുള്ള നീയത്തും നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന് നമ്മൾ തന്നെ ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഏത് സമയത്തും ആ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനെ നേരിൽ ഇരുന്ന് സംസാരിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് അവനെയും നമ്മൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. അത്തരത്തിലുള്ള ഏറ്റവും നല്ല സന്ദർഭങ്ങൾ ഈ റമദാനിലൂടെ അള്ളാഹു നമുക്ക് ഒരുക്കി തരികയാണ്. പ്രത്യേകിച്ച് ഇനി വരാനിരിക്കുന്ന സന്ദർഭങ്ങൾ ഇതിനേക്കാളും കൂടുതൽ പ്രതിഫലമുള്ള, മഹത്വമുള്ള, അള്ളാഹുവിലേക്ക് അടുക്കുവാൻ പാകത്തിലുള്ള സന്ദർഭങ്ങളാണ്. അവയൊക്കെ നമ്മളുടെ മനസ്സിലുണ്ടാവുക, നമ്മുടെ പ്ലാനിങ്ങിലുണ്ടാവുക. സമയം ക്രമീകരിക്കുമ്പോൾ, ജോലി ക്രമീകരിക്കുമ്പോൾ, ദൈനംദിന കാര്യങ്ങൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ റമദാനിന് പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മയെല്ലാം സ്വീകരിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞ് ഏറ്റവും നല്ല മനുഷ്യരായി ജീവിക്കുവാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ കുടുംബത്തിലെയും മക്കളുടെയും മറ്റു ബന്ധുക്കളുടെയും മാനസികമായ, ശാരീരികമായ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അവയെല്ലാം പടച്ചവനെ ഞങ്ങൾക്ക് നീക്കിത്തന്ന് ആശ്വാസത്തോടു കൂടെ ജീവിക്കുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. നന്മകൾ ചെയ്യാൻ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും നാം നീക്കിവെക്കുകയും കൂടുതൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക്, സുഹൃത്തുക്കൾക്കൊക്കെ പടച്ചവനെ നീ റഹ്മത്ത് നൽകി അവരുടെ ഖബറിടം വിശാലമാക്കി പ്രകാശമാനമാക്കി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ റഹംനാ യാ അർഹമർ റഹീമീൻ. اللهم نجنا من جميع البلايا والأمراض والمشاكل يا رب العالمين. اللهم ربنا تقبل منا دعاءنا يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.